ഹലോ മിറാക്കിൾ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഒരു റിച്ച് പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ, വളരെ എളുപ്പമായിട്ട് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ml ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാ അളവ് എടുക്കുന്നത്. മൈദ ആയാലും പഞ്ചസാര ആയാലും ഇത് 1.5 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് 2 കപ്പൊക്കെ എടുക്കാം. എനിക്കിവിടെ 1.5 കപ്പ്, അധികം മധുരമൊന്നും ഇവിടെ വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ അതിൽ 1 കപ്പ് എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. 1/2 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കേക്കിന് കളർ കിട്ടാനൊക്കെ ആയിട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതിലിട്ടിട്ട് ഞാൻ എടുക്കും. നമുക്ക് റിച്ച് പ്ലം ആയതുകൊണ്ട് ഒരുപാട് നട്ട്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും നമ്മൾ 2 കപ്പാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണേ. അതിൽ നമുക്ക് കറുത്ത മുന്തിരി, മഞ്ഞ കളറ്, ഈന്തപ്പഴം, ടൂട്ടി ഫ്രൂട്ടി, അത്തിപ്പഴം, കിവി, ചെറി, ബ്ലൂബെറി, സ്ട്രോബെറി, പിന്നെ പിസ്ത, ബദാം, കാഷ്നട്ട്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇത് ചേർക്കാം കേട്ടോ. റിച്ച് പ്ലമ്മിൽ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് 2-2.5 കപ്പിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ. അതിനുശേഷം ഞാനൊരു അടുത്തായിട്ടുള്ള ഒരു ചീഞ്ഞട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മാറ്റി വെച്ച 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്രൊസീജിയർ ഇച്ചിരി സമയമെടുക്കണം പ്രൊസീജിയറാണ്. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഞാനിത് തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ, ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് വെച്ചേക്കുന്നത്. ഇത് നന്നായിട്ട് ഇനി കളറ് മാറി വന്നു തുടങ്ങും. നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കൊന്നും വേണ്ട, അങ്ങനെ കൂട്ടി കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും കളറ് വന്നിട്ട് കണ്ടോ, കളറ് മാറി തുടങ്ങി. പഞ്ചസാരയുടെ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് കരിഞ്ഞു പോയാൽ കേക്കിന് ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇത് ഇപ്പോഴും ആയിട്ടില്ല, ഇതിലേക്ക് നന്നായിട്ട് പതഞ്ഞ് വരും കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ കളറ് കറക്റ്റ് ആവുന്നത്. കണ്ടോ, അപ്പം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ പതഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ പച്ചവെള്ളം, പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് മാറി നിന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ടോ, ഞാൻ നന്നായിട്ട് മാറി നിന്നിട്ടുണ്ട്. ഞാൻ കുറേശ്ശെയാണ് കേട്ടോ ഞാനത് ഒഴിച്ച് കൊടുക്കുന്നത്, ഒറ്റയടിക്ക് ഒഴിച്ച് കൊടുക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ മസാല എന്ന് പറയാനായിട്ട് കരയാമ്പൂ പൊടിച്ചത് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഞാനൊരു 1/4 സ്പൂണ് കരയാമ്പൂ പൊടിച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിലേക്ക്. എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അതിൽ നമ്മൾ കാഷ്നട്ടും ബദാമും പിസ്തയും മാത്രം ഇടുന്നില്ല, ബാക്കി എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിൽ ആഡ് ചെയ്യുകയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആ കരയാമ്പൂവും പിന്നെ പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് മെൽറ്റായി നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വരും. പിന്നെ എല്ലാം നന്നായിട്ട് അതിൽ അലിഞ്ഞ് ചേരണ പോലൊരു ഇത് വരും. അപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയം ഇത് ഓഫ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്, ഇത് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് മതി ഇതിനാവാൻ. നന്നായിട്ട് കട്ടയായി പോകരുത്. പിന്നെ അത് ചൂടാറുമ്പോൾ അല്ലെങ്കിൽ തണുത്ത് വരുമ്പോൾ അത് നന്നായിട്ട് കട്ടയായി പോകും. അപ്പം എല്ലാത്തൊരു ഇതിലേക്ക് പോകരുത്. അതിനുശേഷം ഞാനിത് തീ ഓഫ് ചെയ്യാണ് കേട്ടോ. തീ ഓഫ് ചെയ്ത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ. നമ്മൾ ഒരിക്കലും ചൂടോട് കൂടി ഇത് ഉണ്ടാക്കരുത്. ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഓറഞ്ച് നമുക്ക് മേടിക്കാൻ കിട്ടും കടകളിൽ നിന്നൊക്കെ. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ ഈ ചൂടാറുന്ന നേരം കൊണ്ട് ഞാനിവിടെ മൈദയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അളവെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് മൈദയും പിന്നെ ഞാനതിൽ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ 2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടേബിൾ സ്പൂണും ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 3 പ്രാവശ്യം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് നമുക്ക് എല്ലായിടത്തേക്കും ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അരിച്ചെടുക്കണമെന്ന് പ്രത്യേകം പറയുന്നത്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബട്ടർ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ ബട്ടർ 200 ml കപ്പിൽ 1 കപ്പ് ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യണം. ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് അതൊക്കെ എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മുട്ടയായാലും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അത് മുന്നേ തന്നെ നമ്മൾ ഇറക്കി വെക്കണം. ഇവിടെ 3 മുട്ടയാണ് കേട്ടോ നമ്മളിവിടെ ആഡ് ചെയ്യണേ. ഇതിന് ശേഷം ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചത് അത് കുറേശ്ശെ ഇട്ടിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒറ്റയടിക്ക് ഞാൻ മിക്സ് ചെയ്യണില്ല, കുറേശ്ശെ ഇടുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഓരോ മുട്ട വെച്ചിട്ട് 3 മുട്ടയാണ് ആഡ് ചെയ്തേക്കണേ. അതും ഓരോന്ന് വെച്ചാൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കില്ല. പിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്നിരുന്നാലും പെട്ടെന്ന് തന്നെ ഇടുമ്പോൾ ഒരു പിരിഞ്ഞൊരു സ്റ്റേജിലോട്ട് വരില്ല. അതിനുശേഷം ഞാനിതാ വാനില എസൻസ് ഒഴിക്കുകയാണ് കേട്ടോ. വാനില എസൻസ് ഞാനൊരു 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് വെച്ചിട്ട് കുറച്ചും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്.
അതിനുശേഷം മൈദ കുറേശ്ശെ ഇട്ടിട്ട് ഞാനതിലോട്ടിട്ട് അവസാനം കുറച്ച് മൈദയോട് കൂടെ നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാണ്. കുറേ സമയം ഇതിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് താന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ ഓവണല്ല യൂസ് ചെയ്യണേ, ബിരിയാണി തട്ടാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്യാസുമ്പോൾ തന്നെ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിയിൽ ഒരു അടിത്തട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട്, ഇത് മൂടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ കേക്ക് ടിന്ന് ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള കേക്ക് ടിന്ന് എടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ചോറ്റും പാത്രം ആയാലും പിന്നെ കേക്കിൻ്റെ ടിന്നായാലും പിന്നെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന വേറെ ഞാൻ ഇതിന് ശേഷം യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കേക്കിൻ്റെ പാത്രങ്ങളായാലും എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതിലേക്ക് ഞാൻ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ബട്ടർ അതിൻ്റെ മുകളിൽ കൂടെ തേച്ച് ഇതാക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കേക്കിൻ്റെ മിക്സ് നന്നായിട്ട് ഇട്ടിട്ട് നന്നായി ടാപ്പ് ചെയ്യുക. സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് അത് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുകളിലൊന്നും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടൊന്നുമില്ല. അതിൽ കടിക്കുമ്പോൾ ഫുള്ളും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടും. നമ്മൾ കണ്ടുപോലൊക്കെ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വേറെ ഇട്ടിട്ടില്ല, മുകളിലൊന്നും അങ്ങനെ അധികം നന്നായിട്ട് ആഡ് ചെയ്തൊന്നുമില്ല. അതിനുശേഷം രണ്ടാമത് ഞാൻ അര കിലോ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എനിക്ക് ആ കേക്ക് ടിന്നിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടുന്ന ഈ കടലാസിൻ്റെ ഇതാണ് കേട്ടോ. ഞാൻ അതിലേക്ക് മുകളിലേക്ക് ഒരു 2-3 മുന്തിരി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാനത് ബേക്ക് ചെയ്യാൻ വെച്ചു. കുറഞ്ഞ തീയിൽ, അതായത് മീഡിയം തീയിൽ ഒരു 45 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും നമുക്കത് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് ഉപയോഗിച്ച് തൊട്ട് നോക്കിയപ്പോൾ കേക്ക് വെന്തിട്ടൊക്കെ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടി. ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിറ്റേ ദിവസം ആണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. 2 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടണം കേട്ടോ. അതിനുശേഷം ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഞാനിത് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റിയ റിച്ച് പ്ലം കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ക്രിസ്മസ് ആയിട്ട് ഈ കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് പറയണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ, ബൈ ബൈ, സീ യു, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.